എന്തല്ല സുഹൃത്തുക്കളെ, നമ്മുടെ കോൺഗ്രസിന്റെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടത്തിലാണ്. കെ സുധാകരനാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. മിക്കവാറും കെ സുധാകരന് ഇത്തവണ സീറ്റ് കിട്ടില്ല. പിന്നെ സീറ്റ് ഒപ്പിക്കേണ്ടത് അദ്ദേഹത്തിന്റെ മാത്രം ചുമതലയാണല്ലോ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം വി ഡി സതീശൻ കൈയടക്കി വെച്ചിരിക്കുന്നതാണ് കെ സുധാകരന് ഏകദേശം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒരു ഗംഭീര പോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ, കെ സുധാകരന്റെ പോസ്റ്റ്. പക്ഷേ പോസ്റ്റൊക്കെ വന്നാലും ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ള മട്ടാണ് നമ്മുടെ വി ഡി സതീശൻ സാറ് അദ്ദേഹം പറയുന്നത്. അങ്ങനത്തെ പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ലേ, കേട്ടോക്കി. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്ക് ഉള്ള കാര്യം. അത് അദ്ദേഹം അന്വേഷിക്കാമെന്നാണ് പറയുന്നത്. കണ്ടില്ലേ, അങ്ങനത്തെ പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് കെ സുധാകരനല്ല, മൂപ്പരെന്നെ അറിഞ്ഞിട്ടില്ല ഇത്ര അങ്ങനത്തെ പോസ്റ്റ് ഇട്ട്. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്ക് ഉള്ള കാര്യം. പക്ഷെ പോസ്റ്റ് ഇപ്പോഴവിടെ കെടുക്കുന്നുണ്ടേ. കെ സുധാകരൻ എന്നൊക്കെ ഫേസ്ബുക്കിൽ നിങ്ങൾ അടിച്ചെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹമൊക്കെ അമ്മാവൻ പക്ഷത്തുള്ള ആൾക്കാരൊക്കെ. ഇൻസ്റ്റഗ്രാമിലൊന്നുമില്ല, പക്ഷെ ഫേസ്ബുക്കിൽ നിങ്ങൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് കാണാം. അതിങ്ങനെയാണ്: കണ്ണൂർ എന്നത് എൻ്റെ ഹൃദയരക്തമാണ്, എനിക്ക് അവിടെ തന്നെ സീറ്റ് കിട്ടണമെന്ന് അർത്ഥം. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എൻ്റെ മേൽവിലാസവുമാണ്. പൊളി. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും മരുവാളിൽ നിന്നും ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകിനടിയിൽ സംരക്ഷിക്കുന്ന പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എൻ്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്ന കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ കണ്ണൂരിലെ കോൺഗ്രസിനെ ശക്തമാക്കിയത് സുധാകരൻ തന്നെയാണെന്നൊക്കെ പറയേണ്ടി വരും. അദ്ദേഹം ഒരു കാലത്ത് നല്ല പുലിയായിരുന്നു. ഇപ്പൊ ഇവന്മാരെല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തെ എലിയാക്കാനുള്ള എല്ലാ ശ്രമമുണ്ട്. പക്ഷേ നമ്മളതിന് വിട്ടുകൊടുക്കരുത്. ജനങ്ങളെല്ലാം സുധാകരൻ്റെ ഒപ്പം ഉണ്ടാവണം. കഴിഞ്ഞിട്ടില്ല. ഞാൻ ഉണരുമ്പോൾ എൻ്റെ കണ്ണിൽ തെളിയുന്നത് ജീവനും രക്തവും നൽകി നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പടുത്ത നമ്മുടെ പാർട്ടിയുടെ സ്വപ്നങ്ങളാണ്. പടച്ചവന് ഗംഭീര കരച്ചിലാണ്. ോടുള്ള കൂറും നിലപാടുമുള്ള ആളാണ് അദ്ദേഹം. ഞങ്ങളോട് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഒരു ജി സുധാകരന്റെ വിഷയം ഉണ്ടാക്കി ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഉൾക്കണ്ണിൽ തെളിഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നരനായാട്ട് നടത്തി കൊലപ്പെടുത്തിയ എൻ്റെ സഹപ്രവർത്തകരുടെ ചേതനയേറ്റിയ മുഖമാണ്. ഇങ്ങനെ പാർട്ടി സ്നേഹിക്കുന്ന വേറെ ആളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? കോൺഗ്രസിൽ അവിടെ ഉണ്ടാവില്ല. കണ്ണൂർ ഹൃദയരക്തം ഇറ്റി വീണ നമ്മുടെ മണ്ണാണ്. പൊരുതി വിജയിച്ച കോൺഗ്രസുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിനു വേണ്ടി കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ എന്ത് തന്നെ വിചാരിച്ചു കഴിഞ്ഞാലും ഞാൻ ഈ സീറ്റ് വിട്ടുതരൂലാന്ന്. ഇത് വി ഡി സതീശനൊക്കെ അടക്കമുള്ള എല്ലാ കനകളോടുള്ള ഒരു മുന്നറിയിപ്പാണ്. കഴിഞ്ഞിട്ടില്ല. നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചങ്കു പിളർന്ന വിലാപങ്ങൾ ഉയർന്ന മണ്ണിൽ കെ സുധാകരൻ തല ഉയർത്തി നിൽക്കും. മക്കളെ, രക്ഷയില്ല കേട്ടോ. അദ്ദേഹം സീറ്റ് വിട്ടു തരൂല എന്ന് തന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ആയിട്ടും നമ്മുടെ വി ഡി സതീശൻ ആ ഫേസ്ബുക്ക് പോസ്റ്റേ കണ്ടിട്ടില്ല. അങ്ങനൊന്നുമില്ല. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്ക് ഉള്ള കാര്യം. അത് അദ്ദേഹം അന്വേഷിക്കാമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അദ്ദേഹം അന്വേഷിക്കുമെന്നും പറഞ്ഞത് കണ്ടോ. അതാണ്, അങ്ങനെയൊന്നുമില്ല. എൻ്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എൻ്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. ശരിയാണ്, ഒട്ടുമിക്ക രാഷ്ട്രീയക്കാർ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ സ്വന്തം വീട് നോക്കിയിട്ടാണോ നാട് നോക്കാൻ, അവരുടെ കാര്യം. എന്തായാലും എൻ്റെ കൈ പിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരാണ് ഇന്ന് കണ്ണൂരിലുള്ള ഓരോ നേതാക്കളും. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും. അതാരൊക്കെയാണ് മറക്കുന്നത്? സുധാകരൻ ആരാണ് മറക്കുന്നത്? ആരാ മറക്കുന്നത്? പക്ഷേ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അദ്ദേഹം വളരെ വേദനയോടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കണ്ണൂർ വിട്ടുകൊടുത്തേ വെക്കൂ. വേറെ ആരും അവിടേക്ക് കയറി കളിക്കരുത് എന്ന് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾക്കുള്ളൊരു പണിയാണെങ്കിലോ ഇത്. പക്ഷേ വി ഡി സതീശൻ പറയുന്നത് ഇത് ഇങ്ങനെയാണ്. പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ അതാണെങ്കിൽ തന്നെ അതിൽ കണ്ണൂര് മത്സരിക്കുമൊന്നുമല്ലല്ലോ. അദ്ദേഹം കണ്ണൂരിനോടുള്ള വികാരപരമായ ഒരു അടുപ്പം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം തിരിക്കുകയാണ്. അദ്ദേഹം അവിടുത്തെ MP അല്ലേ.